ഗർക്കത്ത് മരത്തിന്റെ പിന്നിൽ ഓടി ഒളിക്കേണ്ടവളൂ. ഇപ്പൊ തൽക്കാലം നിങ്ങൾ ആദ്യം ഒളിക്ക്, എവിടെയെങ്കിലും സ്ഥലം കിട്ടുമെങ്കിൽ, പിന്നെ നമുക്ക് ഗർക്കത്ത് മരത്തെയൊക്കെ നോക്കാം. എന്നാ പറഞ്ഞത് വലിയ കാര്യത്തോടു കൂടി? BJP സർക്കാർ ജയിച്ചു കഴിഞ്ഞാൽ മോദി, BJP സർക്കാർ വീണ്ടും ഭരണത്തിൽ വന്ന തള്ളാഹു ആത്മഹത്യ ചെയ്യുന്ന നിന്റെ കൂട്ടക്കുടുംബമൊക്കെ പറഞ്ഞത്. ഏടാ ഇപ്പൊ അവൻ ആത്മഹത്യ ചെയ്തിരിക്കുവാണ്, പിന്നെ എങ്ങനെ ഗർക്കത്ത് മരത്തിന്റെ പിറകെ ഞാൻ ഓടി ഒളിക്കും? നിന്റെ തള്ളാഹുവിനെ ആത്മഹത്യ ചെയ്തല്ലോ. തള്ളാഹു ഇപ്പൊ BJP ചേർന്ന് ഞങ്ങളുടെ പക്ഷക്കാരനായി. ഇപ്പൊ എന്ത് ചെയ്യുന്നീ? വിവരദോഷിയെ, നിന്റെ തള്ളാഹു രണ്ട് കാര്യം തീരുമാനമായി. ഒന്ന്, അവൻ ആത്മഹത്യ ചെയ്തു. ഇല്ലാന്നുണ്ടെങ്കിൽ അവൻ എന്ത് ചെയ്തു? BJP ചേർന്നു. അത് നിന്റെ കൂട്ടക്കാർ തന്നെയാ പറഞ്ഞു, ഞാനൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. നിന്റെ കൂട്ടത്തിൽ പെട്ടവൻ തന്നെ പറഞ്ഞു തള്ളാഹു ആത്മഹത്യ ചെയ്യുമെന്ന്. റംഷീദ് സലീം, ഒരു മിനിറ്റ്, നമുക്ക് റംഷീദ് സലീം പറഞ്ഞ കാര്യം ഒന്ന് ഇവനെ കാണിച്ചു കൊടുത്തിട്ട് ഇപ്പൊ വരാം. മുസ്ലിങ്ങളുടെ ശത്രുവായ BJPയെ സർവശക്തനായ തള്ളാഹു ജയിപ്പിക്കുകയില്ല. ഇനിയും BJP ഇന്ത്യ ഭരിച്ചാൽ തള്ളാഹു ഇല്ലെന്ന് കരുതേണ്ടി വരും, അല്ലെങ്കിൽ തള്ളാഹു BJP ആയിരിക്കും. അപ്പോൾ ഇത് റംഷാദ് സലീമിന്റെ പോസ്റ്റാണ്. റംഷാദ് സലീമിനെ ഒന്ന് കാണിച്ചു കൊടുക്കാം. ഇതാണ് റംഷാദ് സലീം, കാണാൻ പറ്റുന്നുണ്ടോ? അപ്പൊ റംഷാദ് സലീമിന് ബോധ്യമായി. ഗർഗത്ത് മരം തിരക്കിക്കൊണ്ട് നടക്കുന്ന ഇവന് ബോധ്യമായില്ലെങ്കിലും റംഷാദ് സലീമിന് ബോധ്യമായി. മുസ്ലിങ്ങളുടെ ശത്രുവായ BJPയെ സർവശക്തനായ തള്ളാഹു ജയിപ്പിക്കുകയില്ല പോലും. അപ്പം തള്ളാഹുവിനോട് പ്രാർത്ഥിച്ച് പ്രാർത്ഥനയൊക്കെ വെറുതെ പോയോടാ റംഷാദ്? ഗർക്കത്ത് മരം തിരക്കി നടക്കുന്നവനെ എവിടെ? അവന് ഗർക്കത്ത് മരം മഹമ്മൂദ് VP, ഗർക്കത്ത് മരം തിരക്കി നടക്കുന്നവനെ, തള്ളാഹുവിനോട് നീയൊക്കെ പ്രാർത്ഥിച്ച് പ്രാർത്ഥന വെറുതെ ആയിപ്പോയല്ലോ. എന്തുകൊണ്ടാ അവൻ അങ്ങനെ പറയേണ്ടി വന്നെന്നറിയാമോ? മണ്ടംകുണാപ്പി, മണ്ടംകുണാപ്പി, എന്തുകൊണ്ടാ അവൻ അങ്ങനെ പറയേണ്ടി വന്നെന്നറിയാമോ? എന്തുകൊണ്ടാവൻ പറയേണ്ടി വന്നെന്ന് ഞാൻ പറഞ്ഞുതരാം. നിന്റെയൊക്കെ തള്ളാഹുവിനോടുള്ള പ്രാർത്ഥന കേട്ടോ, കേൾപ്പിക്കാം. നിന്റെ തള്ളാഹുവിന്റെ തള്ളു കണ്ടോ? തള്ളാഹുവിനോട് പ്രാർത്ഥിക്കൂ, അമിത്ഷായ്ക്ക് മഹാമാരി വരണേ, മാരകമായ രോഗം വരണേ, അമിത്ഷാ ചത്തു തൊലയണേ, മുസൽമാന്റെ ഇന്ത്യയായിട്ട് ഇന്ത്യ മാറണേ, BJP ഭരണത്തിൽ ഇത് തോറ്റുപോകണേ, BJPയെ ഇനി ഒരിക്കലും ഭരണത്തിൽ വരാൻ പാടില്ലേ, ഇന്ത്യ മുടിഞ്ഞ് ഭണ്ഡാരമടങ്ങണേ, അമിത്ഷാ ഭണ്ഡാരമടങ്ങണേ, മോദി ഭണ്ഡാരമടങ്ങണേ, വലിയ വലിയ രോഗം വന്നവനൊക്കെ ചാകണേ എന്ന് പറഞ്ഞിട്ടാണ് പ്രാർത്ഥിച്ചത്. ഇത്രയും വലിയ കൂട്ടപ്രാർത്ഥന പോലും തള്ളാഹു കേട്ടില്ലെന്ന് പറഞ്ഞാൽ റംഷാദ് സലീം എഴുതിയത് കണക്കല്ലേ? തള്ളാഹു വീണ്ടും BJP ജയിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നിന് തള്ളാഹു BJP ആയിരിക്കും, ഇല്ലാന്നുണ്ടെങ്കിൽ തള്ളാഹു ആത്മഹത്യ ചെയ്യുമെന്ന്. ഇപ്പൊ പിടികിട്ടിയോ? അപ്പം ആ ഗുണ്ടൻ തള്ളാഹു തള്ളി മറിച്ച് തള്ളും കേട്ട് ഗർക്കത്ത് മരത്തിന്റെ പുറകെ പോയി ഒളിക്കുമെന്ന് പോലും. അല്ല, ഗർക്കത്ത് മരം എവിടെ ഇരിക്കുവാ? ഊളകളെ, മഹമ്മൂദ് VP, ഊളെ, തലച്ചോറെന്ന് പറയുന്ന അല്പം പോലും ഇല്ലേടാ ഊളയ്ക്ക് പറഞ്ഞവനെ, മഹമ്മൂദ് VP. 6-ാം നൂറ്റാണ്ടിൽ ഒരു കാട്ടറബി എന്തോ പറഞ്ഞു, ഗർക്കത്ത് മരത്തിന്റെ പുറകെ പോയി ഒളിച്ച് നിന്ന് കഴിഞ്ഞാൽ ഗർക്കത്ത് മരം പറയുമെന്ന്. ഓ മുസൽമാനെ, മുസൽമാനെ, നോക്ക് നോക്ക് നോക്ക്, എന്റെ പുറകിലിരിക്കുക ഒരു യഹൂദൻ, പിടിച്ചോ 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 പിടിച്ചോ, അവനെ പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് ഗർക്കത്ത് മരം വായ തുറന്ന് സംസാരിച്ച് പറയുന്നു. ഇത് മക്കൾ ചോറ് കഴിക്കുമ്പോൾ മക്കാച്ചൻ വന്ന് വിളിക്കും മക്കളെ, മക്കാച്ചൻ വന്ന് വിളിക്കും മക്കളെ എന്ന് പറഞ്ഞിട്ട്. അതെ, പിശാചുക്കൾ പിശാചിനോട് പ്രാർത്ഥിക്കുന്നു. അത് തന്നെ, പിശാചുക്കൾ പിശാചിനോട് പ്രാർത്ഥിക്കുക. ഊളകള്, എന്തുവാടാ നീയൊക്കെ? നന്നാകത്തില്ലേ? നന്നാകത്തില്ലേ? വിവരദോഷികളെ നന്നാകത്തില്ലേ? എത്ര പറഞ്ഞാലും നീ ഒന്നും നന്നാകത്തില്ലേ? അമിത്ഷാ തോറ്റുപോണേ, BJP സർക്കാർ തോറ്റുപോണേ. ഇതല്ലേ പണ്ട് കാലം മുതലേ യഹൂദനെയും ക്രിസ്ത്യാനികളെയും മുടിച്ച് നാറാണക്കലത്ത് ഭണ്ഡാരമടങ്ങണേ 5 നേരം കൊത്തിയിരുന്ന് പ്രാർത്ഥിക്കുക തള്ളാഹുവിനോട് പോയിട്ട്.
തള്ളു 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 തള്ളാഹു വണ്ടി, തള്ളു 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 തള്ളിപ്പൊളി വണ്ടി, ആഹാ തള്ളാഹു വണ്ടി, ആഹാ തള്ളിപ്പൊളി വണ്ടി. തള്ളാഹുവിനോട് തള്ളിമറിക്കുകയാ പോയിരുന്നിട്ട് 24 മണിക്കൂർ 5 നേരം അങ്ങ് നിസ്കരിച്ച് തള്ളിമറിക്കുക. തള്ളാഹുവേ തള്ളാഹുവേ, അങ്ങ് എന്തായാലും തള്ളാഹു അങ്ങ് തള്ളി തള്ളി എന്ത് ചെയ്യണം? മുസൽമാനെ, യഹൂദനെ മുടിച്ചു കളയണം, ക്രിസ്ത്യാനിയെ മുടിച്ചു കളയണം, കാഫറുകളെല്ലാം പണ്ടാരമടങ്ങി ചാകണം എന്നൊക്കെ പറഞ്ഞിട്ട്, ഇടാ നിന്റെ മതക്കാരോട് പോട്ടെ, നിങ്ങളൊക്കെ ഭയങ്കര കാരുണ്യവാനായ തള്ളാഹുവിന്റെ കാരുണ്യവും കേട്ട് കേട്ട് നിങ്ങൾക്ക് റാഫയിലുള്ള ജനതയെ കാണുമ്പോൾ കരച്ചിൽ വരികയാ. യോ, കുഞ്ഞുങ്ങൾ മരിച്ചു പോകുന്നു, പിഞ്ചു കുഞ്ഞുങ്ങൾ മരിക്കുന്നു, പാവപ്പെട്ട സ്ത്രീകൾ മരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ കരഞ്ഞു മുടിക്കുന്നു. എന്താണ് അതിന്റെ തള്ളാഹുവിന് കരുണയില്ലേ? അവൻ പറഞ്ഞിട്ടല്ലേ ഈ യുദ്ധത്തിന് പുറപ്പെട്ടത് പോലും. എടാ ഗർഗത്തെ മരത്തിന്റെ പിന്നിൽ ഒളിച്ചിരിക്കുന്നവനെ എനിക്ക് മറുപടി താടാ. എടാ മഹമ്മൂദ് VP, ഗർഗത്ത് മരത്തിന്റെ പിന്നിൽ പിന്നെ ഒളിക്കാം, നീ ഇപ്പൊ മറുപടി താ. എന്നിട്ട് തള്ളാഹുവിന് കരയണ്ടേ? തള്ളാഹുവിന് സങ്കടമില്ലേ? ഓ, അതെന്തുകൊണ്ടാ തള്ളാഹുവിന് സങ്കടമില്ലാത്തതെന്ന് ഞാൻ പറഞ്ഞു തരട്ടെ. തള്ളാഹുവിന് സങ്കടമില്ലാതെ പോയത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, തള്ളാഹുവിന്റെ അടുത്ത് ഖദീജ ഒരു മോനെ പ്രസവിക്കും. മോനാണോ മോളാണോ എന്നറിയത്തില്ല, ഒരു കുഞ്ഞിനെ അങ്ങ് പ്രസവിക്കും. പ്രസവിച്ച് കൊച്ചു മരിച്ചു പോകും. കൊച്ചു മരിച്ചു പോയി കഴിയുമ്പോഴത്തേക്കും അത് ഇവന്റെ കുഞ്ഞ് തന്നെയാണെന്ന് അറിയത്തില്ല ഖദീജ പ്രസവിച്ചിട്ടത്. ഇനി ഏതെങ്കിലും സഹാബിമാരുടെ കൂടെ കിടന്ന് ഇവന് കൊണ്ട് കുഞ്ഞുങ്ങളെ കൊടുക്കാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ട് ഏതെങ്കിലും സഹാബിമാരുടെ കൂടെ കിടന്ന് ഉണ്ടാക്കിയിട്ട് കുഞ്ഞായിരിക്കാം, എന്തുമായിട്ട് പോട്ട് ഒരു കൊച്ചിനെ അങ്ങ് പ്രസവിക്കും ഖദീജ. അങ്ങനെ അതങ്ങ് മരിച്ചു പോകും. മരിച്ചു പോകുമ്പോ ഖദീജ, എന്റെ തീട്ട മുഹമ്മദേ, എനിക്ക് എന്റെ കുഞ്ഞിന് മുല കുടിപ്പിക്കാൻ പറ്റില്ല. അപ്പോഴും അവൾക്ക് മുലയുടെ ഓർമ്മയേ ഉള്ളൂ. കുഞ്ഞ് മരിച്ച സങ്കടമൊന്നുമല്ല. നമുക്കൊരു കുഞ്ഞുണ്ടായിട്ട് നമുക്ക് കുഞ്ഞ് ജീവനോടെ ഇരിക്കാൻ നമുക്ക് പറ്റിയില്ലല്ലോ എന്ന് പറഞ്ഞ് കുഞ്ഞ് മരിച്ച സങ്കടമൊന്നുമല്ല. മുല കുടിപ്പിക്കാൻ പറ്റിയില്ലല്ലോ, എനിക്ക് കൊച്ചിനെ മുല കുടിപ്പിക്കാൻ പറ്റിയില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഖദീജ കരഞ്ഞ് ചാകുകയാ. ഖദീജ ഭയങ്കര കരച്ചില്ല, എനിക്ക് മുല കുടിപ്പിക്കാൻ പറ്റിയില്ലല്ലോ, യോ 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 യോ. അപ്പൊ തള്ളാഹു പറയുകയാണ്, തള്ളാഹു ആയത്തിറക്കി കൊടുക്കുകയാണ്. ആരോട്? ആയത്തിറക്കി കൊടുക്കുകയാ ഖദീജയോട്. തീട്ടം മുഹമ്മദ് പറയുകയാണ്, ഖദീജ നീ വിഷമിക്കണ്ട, അത് ഈ രണ്ട് ഹൂറിമാർ, നമുക്ക് ഇവിടുന്ന് ധരിച്ചു പോകുന്ന കുഞ്ഞുങ്ങൾക്കെല്ലാം ഈ രണ്ട് ഹൂറിമാര് മുലയുമായിട്ട് അവിടെ ഇരിപ്പുണ്ട്, നമ്മുടെ കുഞ്ഞുങ്ങളെ മുല കുടിപ്പിക്കാനെന്ന്. അപ്പൊ കുഞ്ഞുങ്ങൾക്കും 2 ഹൂറിയുണ്ട് മുല കൊടുക്കാൻ. മനസ്സിലായി? ഒരു ഹൂറിയൊന്നുമല്ല, കുഞ്ഞുങ്ങൾക്ക് മാറിയും തിരിഞ്ഞും മുല കുടിക്കാം 2 ഹൂറിമാരടുത്ത്. ഇതാണ് തീട്ടം മുഹമ്മദ് പറഞ്ഞു കൊടുത്ത കഥ. ആർക്ക്? സഹാബിമാർക്കും ഖദീജയ്ക്കും ഒക്കെ പറഞ്ഞു കൊടുത്ത കഥ. അപ്പൊ മുല കുടിപ്പിക്കാൻ, അതുകൊണ്ടാണ് തള്ളാഹുവിന് വലിയ വിഷമമില്ലാത്തത്. ഇവിടെ ഗാസയിൽ യുദ്ധം ചെയ്ത് ഗാസയിൽ പിഞ്ചു കുഞ്ഞുങ്ങൾ മരിക്കുന്നു എന്ന് പറഞ്ഞ് നിങ്ങൾ കരയുമ്പോഴും നിങ്ങളുടെ തള്ളാഹു നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കാത്തതും തള്ളാഹു നിങ്ങളുടെ തള്ളു കേൾക്കാത്തതിന്റെയും ഇല്ല. കാരണം തള്ളാഹു അവിടെ കൊടുത്തിരിക്കുന്നത് ഓഫർ വലുതാണ്. ഓഫർ 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 ഓഫർ. വലിയവർക്കെല്ലാം പൊട്ടിത്തെറിച്ച് ചാകുന്നവർക്ക് 72 ഹൂറിയും, കൊച്ചുകുട്ടികളെല്ലാം മരിച്ചു വീണു കഴിഞ്ഞാൽ 2 ഹൂറിയും. പിന്നെ എന്ത് വേണം? എവിടെ പൊക്കിയാലും തിരിഞ്ഞും അതിനും ഹൂറികളാ. കുഞ്ഞുങ്ങൾക്ക് പോലും വിഷമം തോന്നരുത്. ഞാൻ വളർന്ന് വലുതായി വന്നിട്ട് ഞാൻ പൊട്ടിത്തെറിച്ച് ചത്തിരുന്നെങ്കിൽ എനിക്ക് 72 ഹൂറിയെ കിട്ടത്തില്ലായിരുന്നു, ഇപ്പൊ ഞാൻ കുഞ്ഞിലേ ചത്തുപോയില്ലേ, അപ്പൊ ഞാനിപ്പൊ എന്നാ ചെയ്യും എന്ന് പറഞ്ഞ് കുഞ്ഞ് കരയേണ്ട കാര്യമില്ല. കുഞ്ഞിനും 2 ഹൂറിയുണ്ട് അവിടെ. വല്ല കുഴപ്പമുണ്ടോ? തള്ളാഹു എത്ര കാരുണ്യവാന. ഈ തള്ളാഹുവിന് പിന്നെ കാരുണ്യവാനെന്ന് വിളിക്കാതെ പിന്നെ എന്തോ വിളിക്കുന്നത്? ഞാൻ അറിയാണ്ട് ചോദിക്കുക, ഈ തള്ളാഹുവിനെ കാരുണ്യവാനെന്ന് വിളിക്കാണ്ട് പിന്നെ എന്ത് പറഞ്ഞാ വിളിക്കുന്നത്? അതുകൊണ്ട് മക്കളൊരു കാര്യം ചെയ്യും, ഗർഗത്തിന് മരത്തിന്റെ പിന്നിലൊന്നും കയറി ഒളിക്കാതെ നേരെ പോയി പൊട്ടിത്തെറിച്ച് ചാക്. മഹമ്മൂദ് VP, കോപ്പറേറ്റീവ് ഭീകരന്മാർ രാജ്യം കട്ടുമുടിക്കുന്നു, ദജ്ജാലിനെ കാത്തിരിക്കുന്ന ഒരു സമൂഹത്തിനെയാണോ നിങ്ങൾ ഭയപ്പെടുത്തുന്നത്? എന്തോന്ന് ഭയപ്പെടുത്തുന്നു? ആരടാ ഭയപ്പെടുത്തുന്നത്? മഹമ്മൂദ് VP, എടാ നീയൊക്കെ അല്ലേ പേടിച്ച് കണ്ടം വഴി മൂത്രമൊഴിച്ച് ഓടുന്നത്? ഇവിടെ ആര് ഭയപ്പെടുത്തുന്നു? അപ്പൊ ഭയപ്പെടുത്തുന്നുള്ള പേടിയൊക്കെ ഉണ്ട്, അത് റീനെ കാണുമ്പോഴുള്ള പേടിയേ ഉള്ളൂ. മനസ്സിലായോ?
ഭയപ്പെടുത്തുന്നത് റീനയും മെഹൂദനെയും കാണുമ്പോഴുള്ള പേടി മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക്. അല്ലാതെ നിങ്ങൾക്ക് എന്നാ പേടിയുള്ളൂ? പൊട്ടിത്തെറിച്ച് ചാകാനിരിക്കുന്നത് നിങ്ങൾ ആരെ പേടിക്കുന്നത്? ഏ എടാ എടാ മഹമ്മൂദ് VP-യെ മഹമ്മൂദ് VP പറയുവാണ് കോർപ്പറേറ്റ് ഭീകരന്മാർ രാജ്യം കട്ടുമുടിക്കുന്നു. ദജാലിനെ കാത്തിരിക്കുന്ന ഒരു സമൂഹത്തിനെയാണോ നിങ്ങൾ ഭയപ്പെടുത്തുന്നത്? ഇവൻ തനി മദ്രസ പൊട്ടൻ തന്നെയാണെന്നുള്ളത് എന്തായാലും മനസ്സിലായി. അബ്ദു മിന്നു മക്കളെ, റോസാപ്പൂ അല്ലല്ലോ നിന്നെ പ്രസവിച്ചിട്ടത്. നല്ല തന്തയുണ്ടല്ലോ. തന്ത ഇല്ലെന്നുണ്ടെങ്കിൽ റോസാപ്പൂവാ നിന്നെ പ്രസവിച്ചിട്ടെങ്കിൽ റോസാപ്പൂവിനുണ്ടായിട്ട് എന്തുവാ പന്നിക്കുണ്ടായ മക്കളോട് സംസാരിച്ചിട്ട് കാര്യമില്ല. നീ സ്വന്തം ഫോട്ടോയ്ക്ക് ഇട്ടിട്ട് വന്നിട്ട് എന്നെ എന്ത് വേണമെങ്കിലും പറയടാ, ധൈര്യമായിട്ട് വാടാ, ഞാൻ ഇവിടെ തന്നെ ഉണ്ടടാ. മനസ്സിലായോ? ധൈര്യമായിട്ട് വാ, ഞാൻ ഇവിടെ തന്നെ ഉണ്ട്, ഒരിടത്തും പോയിട്ടില്ല. നമുക്ക് ഫേസ് ടു ഫേസ് നിന്ന് യുദ്ധം ചെയ്യാം. നമുക്ക് ഫേസ് ടു ഫേസ് നമുക്ക് എന്ത് ചെയ്യാം? യുദ്ധം ചെയ്യാം. അതിനകത്ത് ഒരു മടിയുമില്ല. പിടി കിട്ടിയോ? അപ്പൊ ഓട് കണ്ടം വഴി, വന്ന വഴി നോക്കി. എനിക്ക് കൂടുതൽ സമയമൊന്നും ഈ ഫേക്കിനോടൊന്നും സംസാരിച്ച് നിൽക്കാൻ സമയമില്ല. ഒറിജിനൽ ആണെങ്കിൽ നമുക്ക് എത്ര നേരം വേണമെങ്കിലും യുദ്ധം ചെയ്ത് ഈ മഹമ്മൂദ് VP-യൊക്കെ പോലെ. കോർപ്പറേറ്റ് ഭീകരന്മാർ നാട് കട്ടുമുടിക്കുന്നെന്ന് തള്ളാഹുവിനോട് പറയടാ. തള്ളാഹു എന്നെ ആത്മഹത്യ ചെയ്തല്ലോ. തള്ളാഹുവിനോട് ഇനി എന്ത് പറയാനിരിക്കുന്നു? റംഷാദ് സലീമിന് കാര്യം ബോധ്യപ്പെട്ടു. ഇനിയും കോർപ്പറേറ്റ് ഭീകരന്മാർക്ക് രാജ്യം കൊടുത്തു കഴിഞ്ഞാലേ തള്ളാഹുവേ നീ ജീവനോടില്ല തള്ളാഹു. തള്ളാഹു എന്ന് പറയുന്ന ഒരാളെ പിന്നെ ഭൂമിയിലില്ല. അല്ലെങ്കിൽ തള്ളാഹു കോർപ്പറേറ്റ് ഭീകരന്മാരുടെ കൂടെ കട്ടുപിടിക്കാൻ ഓടിക്കാണും എന്നാണ് നിന്റെ കൂട്ടത്തിലുള്ള റംഷാദ് സലീം പറഞ്ഞത്. അതുകൊണ്ട് എന്തായാലും പൊന്നുമോനെ എന്തുവാ മഹമ്മൂദ് VP എന്തായാലും മഹമ്മൂദ് VP മക്കള് ആ തള്ളാഹുവിനോട് പോയിരുന്ന് മാറിയെന്ന് അവനോട് പറ BJP വാ. അയ്യോ അച്ഛാ പോകല്ലേ, അയ്യോ അച്ഛാ പോകല്ലേ, അയ്യോ അച്ഛാ പോകല്ലേ എന്ന് പറഞ്ഞ കണക്ക് നിന്റെ തള്ളാഹുവിനോട് പറ BJP-യിൽ പോകല്ലേ, ഞങ്ങൾ ഇവിടെ ഉണ്ട് ദജാലിനെ കാത്ത്, അയ്യോ BJP-യിൽ പോകല്ലേ എന്ന് പറഞ്ഞ് വിളിക്ക് നിന്റെ തള്ളാഹുവിനെ. അവൻ അവിടെ കിടക്കുക പോയി. അവൻ എന്നിട്ട് അവരെ രക്ഷിച്ചുകൊണ്ടിരിക്കുക. BJP-ക്കാർക്ക് ഓരോ ദിവസം വിജയം. തള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാൽ തലതിരിഞ്ഞേ തള്ളാഹു കേൾക്കത്തുള്ളൂ. ഇനി തള്ളാഹു തലതിരിഞ്ഞ് നിൽക്കുവാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. ഇവര് തള്ളാഹു വല്ലതും ആണോടാ? തള്ളാഹു തലതിരിഞ്ഞാണോ കേൾക്കുന്നത്? അപ്പൊ നിങ്ങൾ തലതിരിച്ച് പ്രാർത്ഥിയര്, നിങ്ങൾ ട്രൈ ചെയ്യും, മാറ്റിപ്പിടിക്ക്. നിങ്ങൾ തലതിരിഞ്ഞ് മാറ്റിപ്പിടിക്ക് ഒന്ന്, മനസ്സിലായോ? അതുകൊണ്ട് എന്തുവാ ഗർക്കത്ത് മരത്തിന്റെ പുറകെ ഇപ്പൊ ഒളിച്ചിരിക്കുന്ന പോലെ, ഗർക്കത്ത് മരത്തിന്റെ പുറകില്. അതുകൊണ്ട് മക്കളെ ഇങ്ങനെ 3G ആയി മൂഞ്ചാൻ വേണ്ടിയിട്ട് ഇറങ്ങി വരരുത് കേട്ടോ. എൻ്റെ അടുത്ത് ഒന്നിൽ വരുന്നെങ്കിൽ ഒറ്റയ്ക്ക് നമുക്ക് എന്ത് ചെയ്യാം? പോരാട്ടം കഴിക്കാം. എൻ്റെ തള്ളാകും ഉളുപ്പില്ലാത്ത തള്ളാകും പിന്നെ കുറെ തള്ളാൻ വേണ്ടി മാത്രം ജനിച്ച കുറെ സഹാബിമാരും. തലതിരിഞ്ഞ് തള്ളാകൂ, അത് തന്നെ മോനെ, തലതിരിഞ്ഞ് തള്ളാകൂ. ഗർക്കത്ത് മരം ഇനി പുതുതായിട്ട് വളരുമായിരിക്കും. അതേ മോനെ റിജിത്തെ, ഗർക്കത്ത് മരം പുതുതായിട്ട് ഇനി മുളയ്ക്കും. ഇനി ഗർക്കത്ത് മരം എവിടെയാണെന്ന് പറഞ്ഞ് ചോദിച്ചു നോക്കണം ഇവന്മാരുടെ അടുത്ത്. തള്ളി മറയ്ക്കുന്ന കേട്ട് കഴിഞ്ഞാൽ അയ്യോ, ഒരിക്കൽ ഒരു സഹാബി എന്താ പറയുന്നത് ഗർക്കത്ത് മരത്തിന്റെ കഥ കേൾക്കണം. അയ്യോ, എനിക്കിതൊക്കെ നിങ്ങളെ കേൾപ്പിച്ചു തരണമെന്നുണ്ടായിരുന്നു. എൻ്റെ നെറ്റ് പോയി. ഞാൻ എന്തായാലും ഡ്യൂട്ടിക്ക് കയറുന്ന സമയത്ത് അവിടെ ഇരുന്നു കൊണ്ട് നിങ്ങൾക്ക് ഗർക്കത്ത് മരത്തിന്റെ കഥ കേൾപ്പിക്കാം. നിങ്ങളത് കേട്ടാൽ ചിരിച്ചിട്ടാകും. എന്തായാലും ഇവൻ തന്നെയല്ലേ ഗർക്കത്ത് മരത്തിന്റെ കഥ കൊണ്ട് ഇട്ട് തന്നത്. ഞാൻ നിങ്ങളത് കേൾപ്പിക്കാം. ഗർക്കത്ത് മരത്തിന്റെ കഥയൊക്കെ കേൾക്കാം. ഈ നാട്ടിൽ ഈ കാലഘട്ടത്തില് ഈ മണ്ടൻ കുണാപ്പികളെല്ലാം കൂടി ചേർന്ന് ഇപ്പൊ ഗർക്കത്ത് മരം പുറകെ നിന്ന് വിളിച്ചു പറയും പോലെ പുറകെ ഇരുന്ന് മുസൽമാനേ എന്റെ പുറകിൽ എന്ന് ഗർക്കത്ത് മരം. കാരണം എന്തുവാ നമ്മുടെ ഈ സിനിമയില്ലേ, ഏതാ ഒരു പൃഥ്വിരാജിന്റെ ഒരു സിനിമയുണ്ടല്ലോ, അത്ഭുത ദ്വീപ് എന്ന് പറഞ്ഞിട്ട്, കുള്ളന്മാര്
താമസിക്കുന്ന അത്ഭുത ദ്വീപ്. ഇത്രയും ടെക്നോളജിയും ലോകത്ത് മുഴുവൻ ഇത്രയും ടെക്നോളജിയും ലോകത്തെ മുഴുവനും കൺട്രോൾ ചെയ്യാൻ പറ്റണം പവറും ഒക്കെയുള്ള യഹൂദന്മാര് പോയിട്ട് ഓരോ മരത്തിന്റെ മൂട്ടിൽ പോയി ഒളിച്ചു നിൽക്കുമെന്ന് ഈ പൊട്ടന്മാർ ഈ കാലത്തും വിശ്വസിച്ചിരിക്കുന്ന ഇവന്മാരെ സമ്മതിച്ചു കൊടുക്കണം. എടാ, യഹൂദന്റെയൊക്കെ മൂട്ടിന്റെ അടുത്തെങ്കിലും നിനക്കൊക്കെ എത്താൻ പറ്റുമോടാ? അവന്മാരുടെ വളർച്ചയും അവരുടെ പവറും അവരുടെ ഹൈറ്റും ഗർഖത്ത് മരം എന്ന് പറയുന്ന മരം ഇവിടെയുള്ള ഇസ്രായേലിലുള്ള ഇത്രയും കാലഘട്ടത്തിൽ ഒരു മരത്തിന്റെ ബാക്കിൽ പോലും പോയി നിന്ന് കഴിഞ്ഞാൽ കൃത്യമായിട്ടും യഹൂദന്മാരെ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ നിന്റെയൊക്കെ കണ്ണ് പൊട്ടക്കണ്ണാകുമോ? പ്രത്യേകിച്ച് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് അവസാന കാലങ്ങളിൽ വരുമ്പം ഞാൻ അറിയാണ്ട് ചോദിക്കാവോ വിവരം കെട്ടവന്മാരെ, നിന്റെയൊക്കെ കണ്ണ് പൊട്ടക്കണ്ണാകുമോ? ഗർഖത്ത് മരം പ്രത്യേകിച്ച് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ഓരോ യഹൂദന്റെയും വളർച്ചയൊക്കെ വെച്ച് നോക്കുമ്പോൾ അത്ഭുത ദ്വീപിലെ കുട്ടിഭൂതം കുള്ളന്മാരൊന്നും അല്ല യഹൂദന്മാര്. ഓരോ മരത്തിന്റെയും പുറകെ പോയി നിൽക്കാൻ വേണ്ടിയിട്ട് വിവരദോഷികളെ. എന്നിട്ട് അള്ളാഹു തള്ളിമറിക്കുന്ന കഥയും കേട്ട് എൻ്റെ അടുത്ത് ഒന്ന് നോണ്ടാ നിൽക്കരുത്. സോഫിയ, ജിയ ജലേ ജാഞ്ചലേ മൂഞ്ചലേ. എന്തായാലും കൊള്ളാം. ഇതാരാ ഈ പാട്ട് എഴുതിയത്? മഹമ്മൂദ് VP നിനക്ക് നല്ലൊരു പാട്ട് പാടി വെച്ചിട്ടുണ്ട്. ജിയ ജലേ ജാഞ്ചലേ മൂഞ്ചിലേ മൂഞ്ചി മൂഞ്ചി ത്രിജിയായേ. എന്തൊക്കെയായിരുന്നു തള്ളു. അയ്യോ, മഹമ്മൂദ് VP മാനസാന്തരപ്പെട്ടുണ്ട. അതിന്റെ ഒറ്റ പ്രസംഗത്തിൽ ആ പാവം പിടിച്ച മാനസാന്തരപ്പെട്ടുണ്ട. അതിന് മറുപടി കൊടുത്തപ്പോ അവന് മനസ്സിലായി തള്ളാക്ക് വെറും തള്ളാണെന്ന്. ശലോം മോനെ, ശലോം. മഹമ്മൂദ് VP ശലോം. സഹോദര, ഇന്നു മുതൽ നീ 3G ആയ നിന്റെ തള്ളാഹുവിനെ വിട്ടിട്ട് ബുദ്ധിയുള്ളവനായിട്ട് നീ മാറുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിനുള്ള എല്ലാവിധ ശുഭാശംസകളും ഞാൻ നിന്നെ നേരുന്നു. ഓക്കെ. കൊച്ചു മാനസാന്തരപ്പെട്ടു. കൊച്ചിന് ഇപ്പോഴാ തലയ്ക്ക് വെളിവ് വന്നതേ. ശരിയാണല്ലോ, തള്ളാഹു തള്ളി തള്ളി 3G ആയി കിടക്കുകയാണല്ലോ. ഇനി തള്ളാഹുവിന്റെ കഥ നടക്കത്തില്ലെന്നുള്ളത് അവന് മനസ്സിലായി. അപ്പോഴത്തേക്ക് മഹമ്മൂദ് VPക്ക് കാര്യം ബോധ്യമായപ്പോഴത്തേക്കും ശലോം സിസ്റ്റർ പോലെ. സുനിൽ കുമാർ KC, ഗർഖത്ത് മരം യഹൂദനെ സംരക്ഷിക്കുമെന്നാണ്. യഹൂദനെ സംരക്ഷിക്കുമെന്നല്ല, ഗർഖത്ത് മരത്തിന്റെ മറവിൽ പോയി ഒളിച്ചിരിക്കുമെന്ന്. ഇവർ യുദ്ധത്തിന് തോറ്റ് തുന്നം പാടിയിട്ട് യഹൂദന്മാരൊക്കെ തോറ്റ് തുന്നം പാടും. യഹൂദന്മാരുടെ കയ്യിലൊന്നും ആയുധം കാണത്തില്ല. കാരണം മുഹമ്മദിനെ അറിയത്തില്ലല്ലോ. ഇന്നത്തെ കാലത്തിലെ ടെക്നോളജിയുള്ള ലേസർ ബീമും അയൺ ബീമും ഒക്കെ യഹൂദന്മാരുടെ കയ്യിലുണ്ടാകും എന്നുള്ളത് അന്നത്തെ കാലത്തെ പൊട്ടൻ മുഹമ്മദിന് അറിയത്തില്ലല്ലോ. ഭ്രാന്തൻ അവൻ വിചാരിച്ച് അവൻ കൊണ്ടുവരുന്ന കടവാളും വടിവാളും ഒക്കെ മാത്രമേ കാലത്തുള്ളൂ. ടെക്നോളജി വളരുമെന്നുള്ള ബുദ്ധിയും ബോധവും ആ ഭ്രാന്തൻ ഇല്ലാത്തത് കൊണ്ട്, ആ തീട്ട മുഹമ്മദിന് ഇല്ലാത്തത് കൊണ്ട് അവൻ ആ ഒരു ബോധ്യത്തിലാണ് ഇവരോട് പറഞ്ഞു കൊടുത്തത്. ടെക്നോളജി വളരുമെന്നോ അയൺഡോം എന്നോ ലേസർ ബീം എന്നോ അയൺ ബീമോ ഒക്കെ ഉണ്ടാകുമെന്നും ഇത് ആറ്റം ബോംബ് ഉണ്ടാക്കുമെന്നുള്ള കാര്യവും ഒന്നും അറിയത്തില്ലല്ലോ. യുദ്ധം എങ്ങനെ പോകും, തോക്കുണ്ടാക്കും എന്നുള്ളതൊന്നും അറിയത്തില്ലല്ലോ. അപ്പൊ ആ പൊട്ടം വിചാരിച്ച അന്നത്തെ കാലഘട്ടത്തിലും വാളും പരിചയൊക്കെ വെട്ടാൻ നടക്കുന്ന കാലഘട്ടമായിരിക്കും. അപ്പൊ അതുകൊണ്ട് യഹൂദന്മാർ തോറ്റ് തുന്നം പാടി കണ്ടം വഴി അങ്ങ് ഓടുമെന്ന്. ഓടിയിട്ട് എന്ത് ചെയ്യും, ഏതെങ്കിലും മരത്തിന്റെ മറവിൽ പോയി ഒളിച്ചിരിക്കും. കാരണം ആയുധമില്ല, നിരാലംബരായി നിൽക്കുമല്ലേ യഹൂദന്മാർ. തോക്കു വാളെല്ലാം പോയി, എല്ലാം അടിച്ചു മാറ്റിയല്ലോ. വാളും ഇല്ല, ഒരു മണ്ണാങ്കട്ടയും ഇല്ല. അങ്ങനെ എല്ലാ മരങ്ങളുടെയും പുറകെ പോയി നിന്നിട്ട് എന്ത് ചെയ്യും, പോയി നിന്നിട്ട് യഹൂദന്മാരെല്ലാം കൂടി ഇരുന്നെങ്കിൽ എന്ത് ചെയ്യും, കരഞ്ഞ് വിലപിക്കും എന്നാണ് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. യഹൂദന്മാരെല്ലാം കൂടിയേ ആയുധമൊന്നുമില്ല, നിരാമില്ല. അപ്പൊ മരങ്ങളുടെ ഗർഗത്ത് മരത്തിന്റെ പുറകെ പോയി നിന്ന് ആശ്വാസം കണ്ടെത്തുന്നു. എന്നിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു, ഗർഗത്ത് മരമേ ഞങ്ങൾ രക്ഷിക്കണേ രക്ഷിക്കണേ എന്ന് പറഞ്ഞിട്ട്. എന്തോ അവന്മാര് കാണത്തില്ല, സഹാബന്മാര് കാണത്തില്ല, പേടിച്ചു പോകും. ഗർഗത്ത് മരത്തിന്റെ പുറകെ നിന്ന് ഭയങ്കര സംരക്ഷണമൊന്നും യഹൂദന്മാർ ഒളിച്ചു നിൽക്കുമെന്ന്. അപ്പൊ ഗർഗത്ത് മരം ഇങ്ങനെ നിന്നിട്ട് എന്ന് പറയുന്ന കണക്ക് ഇങ്ങനെ വിളിക്കും. അപ്പൊ നമ്മുടെ ഇന്നസെന്റ് ഇല്ലേ, ഏതാ ഈ റാംജി റാസ് സ്പീക്കിങ്ങിൽ ഇന്നസെന്റ് എന്ന് വിളിക്കുമ്പോഴത്തേക്കും
ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും, എന്തോ മുണ്ട് താഴെ പോയിട്ടുള്ളത്. അപ്പം ഇത് കണക്ക് ഗർഗത്തെ മരം വിളിക്കും, എന്റെ പുറകെ എന്റെ പുറകെ എന്റെ പുറകെ എന്നാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഈ ഊളകളെ ഇത്രയും കാലം ഇതും വിശ്വസിച്ചിരിക്കുന്ന യുവമാരെ ഇതൊക്കെ എനിക്ക് കാണിച്ചു തരണമെന്നുണ്ടായിരുന്നു. ഗർഗത്ത് മരത്തെയും ട്രോളിക്കൊല്ലാമായിരുന്നു. മറ്റതിനകത്ത് നെറ്റില്ല, ഞാൻ അവിടെ ചെന്നിരട്ടെ. അങ്ങനെയാ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത് ഊളകളെ. നിമിഷ നേരം കൊണ്ട് ഇസ്രായേലിന് ഈ ഊളകളെ തകർത്ത് തച്ചിടയ്ക്കാൻ നിമിഷ നേരം മതി. ദേ ഇപ്പൊ കരഞ്ഞ് നിലവിളിക്കുക, അയ്യോ ഞങ്ങളെ വെറുതെ വിടണേ. 4 പേരെ ഇസ്രായേൽ എന്ത് ചെയ്തു? 4 പേരെ ഇസ്രായേൽ എന്ത് ചെയ്തു? അവിടുന്ന് മോചിപ്പിച്ചു. ഇനി കുറച്ച് പേരുടെ ബാക്കിയുള്ളൂ. ത്രിജു ശ്രീകൃഷ്ണ കുറുവ, ഇങ്ങനെ ശവത്തിൽ കുത്തരുത്. എങ്ങനെ കുത്താതിരിക്കും? എന്റെ അടുത്ത് വന്നിട്ട് എന്തൊക്കെയായിരുന്നു പറഞ്ഞത്? ജൂൺ 4-ാം തീയതി കഴിയുമ്പോഴത്തേക്കും, എടി നീയൊക്കെ എന്തോ ജൂൺ 4-ാം തീയതി കഴിയുമ്പോഴത്തേക്കും എന്തായിത്തീരും? അങ്ങനെയായിത്തീരും, ആനയായിത്തീരും. ഓ ആനയുടെ മൂള്. പിന്നെ മണിപ്പൂർ മണിപ്പൂർ മണിപ്പൂർ. എന്തായി കേരളത്തിൽ മണിപ്പൂർ? ക്രിസ്ത്യാനികൾ നിന്നെ പോലെയൊക്കെ ഊളകളാണെന്ന് കരുതിയോടാ വിവരം കെട്ടവന്മാരെ? കുറെ പൊട്ട ക്രിസ്ത്യാനി കാണുമായിരിക്കും. അത് എന്തോ ചിക്കിലിക്ക് വേണ്ടി ജീവിക്കുന്ന പെന്തോകൾ എന്ന് പറയുന്ന കുറെ കൂട്ടരും ലാറ്റിൻ കാത്തലിക്കും ഒക്കെ കാണുമായിരിക്കും. ഞാൻ വളരെയധികം തൃശ്ശൂരിലെ ക്രിസ്ത്യാനികൾക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ്. നിങ്ങൾ നല്ലവണ്ണം ഡിസിഷൻ എടുത്തു. അതിന് നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പൊ ക്രിസ്ത്യാനികൾ നിന്നെപ്പോലൊന്നും ഊളകളല്ല. ക്രിസ്ത്യാനികൾക്ക് സ്ഥലകാല ബോധത്തിനനുസരിച്ച് കാര്യങ്ങൾ പ്രവർത്തിക്കാനുള്ള കഴിവും, ക്രിസ്ത്യാനികൾക്ക് നല്ല സ്ഥലകാല പോലെ മനസ്സിലാക്കിക്കൊണ്ട് കാര്യങ്ങൾ അവരുടെ ഇടയിൽ തന്നെയാണ് കുറ്റമെങ്കിൽ അവരുടെ ഇടയിലുള്ള കുറ്റങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനെ അനുസരിച്ച് പ്രതികരിക്കാനുള്ള ബോധവും കരുത്തുമൊക്കെ ക്രിസ്ത്യാനികൾക്കുള്ളത് കൊണ്ടാണ് ഇന്ന് മിക്ക സ്ഥലങ്ങളിലും 11 നിയമസഭാ മണ്ഡലങ്ങളില് BJP 2ാം സ്ഥാനത്താണ്. 11 നിയമസഭാ മണ്ഡലങ്ങളില്. അപ്പൊ അടുത്ത പ്രാവശ്യം ഇലക്ഷൻ വരുന്ന സമയത്ത് BJPയും കോൺഗ്രസും തമ്മിലുള്ള മത്സരമായിരിക്കും. അല്ലാതെ LDF ഒന്നും അല്ല ഇതിനകത്ത്. ഇനി LDF ഒക്കെ എന്തുവാ ഇനി ചിത്രത്തിൽ ഉണ്ടാകുമോ എന്നുള്ള സംശയമാണ് ഇന്ത്യക്കകത്ത്. ലയൻ സിംഗ്, നഗലേട്ട ഞാനിപ്പോൾ എന്താണ് പറഞ്ഞത്? അതെ, അയ്യോ എനിക്ക് വയ്യ. ശലഭ സിസ്റ്ററിനുള്ള മറുപടിയാണ്. സത്യമാ, കൊച്ചു പറഞ്ഞതെല്ലാം കൊച്ചിന് മറന്നുപോയി. ജീമോൻ സോംജി, ഞങ്ങളുടെ നാട്ടുകാരൻ BJP കേന്ദ്രമന്ത്രിയായി. ജോർജ് കുര്യൻ, നമ്പ്യാകുളംകാരനാണ്. നല്ല കാര്യം മോനെ. അങ്ങനെയൊക്കെ കേന്ദ്രമന്ത്രിമാരൊക്കെ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ഉണ്ടായി വരട്ടെ. തിരുവനന്തപുരത്തെ ക്രിസ്ത്യാനികൾ ഏകദേശം മൂളകളാണ്. അതുകൊണ്ടാണല്ലോ എന്തുവാ നല്ലൊരു മന്ത്രിസ്ഥാനം കിട്ടേണ്ട ഒരു തരൂർ എന്ന് പറയുന്ന ഊളയെ പിടിച്ചുകൊണ്ട് MP ആക്കിയിരിക്കുന്നത്. MP സ്ഥാനം എല്ലാം പോകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവന്മാരുടെയൊക്കെ 90 MPമാരും ഗോവിന്ദ 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 വലിക്കേണ്ടി വരും. എന്തുകൊണ്ടാണെന്നറിയണ്ടേ നിങ്ങക്ക്? ഉത്തർപ്രദേശിലും ബീഹാറിലും എല്ലായിടത്തും വോട്ടർമാരുടെ വീടുകളിൽ കയറി ചെന്ന്, കോൺഗ്രസ് പ്രവർത്തകരുടെയൊക്കെ വീടുകളിൽ കയറി ചെന്നിട്ട് ബോണ്ട് കൊടുത്തിരിക്കുക. ബോണ്ട് 1 ലക്ഷത്തിന്റെ ബോണ്ട് പേപ്പറിനകത്ത് ഒപ്പിട്ട് ഞങ്ങൾ ജയിച്ചു വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1 ലക്ഷം രൂപ തരുമെന്ന് പറഞ്ഞുകൊണ്ട് പേപ്പറിനകത്ത് ബോണ്ടിനകത്ത് ഒപ്പിട്ട് രാഹുൽ ഗാന്ധിയും അവിടെയുള്ള മത്സരിക്കുന്ന മത്സരാർത്ഥിയുമായിട്ടുള്ളവൻ MP ആയിട്ട് മത്സരിച്ചവനും കൂടി ചേർന്ന് ഒപ്പിട്ട് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു ഇത് സൂക്ഷിച്ചു വെക്കണം, ആരുടെടുത്തും പറയരുത്, അങ്ങനെ ആരുടെടുത്തും പറയരുതെന്ന് പറഞ്ഞ് സൂക്ഷിച്ചു വെക്കണം. നമ്മുടെ മാധ്യമങ്ങളൊന്നും പുറത്തു വിട്ടിട്ടില്ല. അവിടെ ക്യൂ നിൽക്കുക. എവിടെ? പിന്നെ കോൺഗ്രസ് ഓഫീസിന്റെ മുമ്പിൽ ലക്നൌവിലും ഈ പർദ്ദയിട്ട പെണ്ണുങ്ങളെല്ലാം ഉണ്ട്. അപ്പിക്കുപ്പായത്തി കിടക്കുന്നവന്മാരെല്ലാം അവിടെ ക്യൂ നിൽക്കുക പോയിട്ട്. ഇതൊന്നും മാധ്യമങ്ങൾ പുറത്തു വിട്ടിട്ടില്ല. നമ്മുടെ കേരളത്തിൽ പറഞ്ഞിട്ടേയില്ല ഇതൊന്നും. ഏതൊക്കെയോ ചാനലുകൾ, ഓൺലൈൻ ചാനലുകൾ ഇത് പുറത്തു വിട്ടു എന്നല്ലാണ്ട് കേരളത്തിൽ ഒറ്റ മാധ്യമങ്ങൾ ഇത് പുറത്തു വിട്ടില്ല. ഷീബ ബൈജു, ബോണ്ടല്ല കാർഡാണ്. കാർഡൊന്നുമല്ല, അത് ബോണ്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പലയിടത്തും കൊടുത്തിരിക്കുന്നത് പല രീതിയിലാണ്. ചിലർക്ക് കൊടുത്തിരിക്കുന്ന കാർഡാണ്, ചിലർക്ക് കൊടുത്തിരിക്കുന്ന ബോണ്ടാണ്, ചിലർക്ക് കൊടുത്തിരിക്കുന്നത് പ്രോമിസറി നോട്ടാണ്. പ്രോമിസറി നോട്ട് എന്ന് വെച്ചാൽ ഒരു വെള്ള പേപ്പറിനകത്ത് എഴുതി ഒപ്പിട്ട് കൊടുക്കുക എന്ന് പറയത്തില്ലേ, സ്റ്റാമ്പ് ഒട്ടിച്ചിട്ട്, കോർട്ട് ഫീസ് സ്റ്റാമ്പ് ഒട്ടിച്ച്, അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്.
സ്ത്രീകൾക്ക് 1,00,000 രൂപ കൊടുക്കുമെന്ന്, രാജ്യം നശിച്ച് ഭണ്ഡാരമടങ്ങിയാലും വേണ്ടിയില്ല, ഭരണം മതി കാട്ടുകൊങ്ങികൾക്ക്. അതെ അതെ അതെ, ഭരണം നരേന്ദ്രമോദി എങ്ങനെയെങ്കിലും ഇറക്കണം. അതുകൊണ്ട് 1,00,000 രൂപ വീതം തരാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ജനങ്ങളെല്ലാം പറ്റിച്ചെന്ത് ചെയ്തു? ഈ ഊളകളെല്ലാം കൊണ്ട്, പാവം ജനങ്ങൾക്ക് പൈസയല്ലേ മുഖ്യം, ഒരു ഓട്ടെങ്കിൽ ഒരു ഓട്ട് പോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇട്ടുകൊടുത്തത്. ഇപ്പം എന്തുവാ, എല്ലാം മൂഞ്ചി പോയത് കൊണ്ട് ഇപ്പൊ സ്ത്രീകളെല്ലാം കൂടി ചേർന്ന് എന്ത് ചെയ്യുക, പാർട്ടി ഓഫീസിന് മുമ്പിൽ നിരങ്ങുക. എന്നിട്ട് ഇവരെയൊക്കെ ഒഴിവാക്കി വിടാൻ വേണ്ടിയിട്ട് ഇവന്മാരെ ബോണ്ടുകൾ കൈപ്പറ്റിയതിന്റെ റെസീപ്റ്റും കൊടുത്തു വിട്ടിരിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിയേ. അതുകൊണ്ട് ഇപ്പൊ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം രാഷ്ട്രപതിക്ക് പരാതി കൊടുത്തിരിക്കുക ആൾക്കാരെല്ലാം. രാഷ്ട്രപതിക്ക് പരാതി കൊടുത്തിരിക്കുന്നു. ഈ എന്തുവാ ഭരണത്തെ അട്ടിമറിക്കുവാൻ വേണ്ടിയിട്ട് കൈക്കൂലി വാഗ്ദാനം ചെയ്ത് വോട്ട് പിടിച്ചത് കൊണ്ട് എംപിമാരുടെ എല്ലാം പേരിൽ ആക്ഷൻ എടുക്കണം, കോൺഗ്രസ് എംപിമാരുടെ പേരിലല്ല എന്ന് പറഞ്ഞിട്ട് ബേസിൽ മാത്യു മത്തത്യാവ് നമ്മുടെ കൂട്ടത്തിലുള്ളതാ. ദെബോര യായേൽ മത്തത്യാവ് നമ്മുടെ കൂട്ടത്തിലുള്ളതാ. ഓക്കെ, അപ്പോൾ ബോണ്ട് കൊടുത്തിട്ട് ഒരു മിനിറ്റ്. GK 2024 പപ്പുമോനും ടീംസും ഞങ്ങൾക്കൊരു വിഷയമല്ല. കൂടെ നിൽക്കുന്നവർ കറക്റ്റ് ടൈമിൽ തേപ്പ് കാണിക്കുന്നതാണ് പ്രശ്നം. അതെ, അത് തന്നെയാണ് പ്രശ്നം. കൂടെ നിൽക്കുന്നവർ കറക്റ്റ് സമയത്തിൽ എന്ത് ചെയ്യും? തേക്കും. മനസ്സിലായോ? കൂടെ നിൽക്കുന്നവർ കറക്റ്റ് സമയത്തിൽ തേക്കുമ്പോഴാണ് പ്രശ്നം. അല്ലാതെ പപ്പുമോനും കൂട്ടരും ഒരു പ്രശ്നമേ അല്ല. അത് BJPക്ക് അന്നും ഒരു പ്രശ്നമല്ല, ഇന്നും പ്രശ്നമേ അല്ല. ബേസിൽ മാത്യു ഒന്ന് അടങ്ങ് മോനെ, ഒന്ന് അടങ്ങ്. ആ മത്തത്തിയാവ് എന്തുവാ സിംഗിളാത്താൻ വരുമെന്ന് പറഞ്ഞ ഡയലോഗിന് വേണ്ടി വന്നതാ. ആ മത്തത്തിയാവിനെ ഒന്ന് വെറുതെ വിട്, പാവം. അത് പോയി രക്ഷപ്പെടട്ടെ. GK 2024 CPM മുക്ത കേരളം അത് ഞാൻ നടത്തും എന്ന് അയാൾ പറഞ്ഞത്. അടുത്ത ഇലക്ഷന് CPM കാണത്തില്ല. CPM എന്ന് പറഞ്ഞത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കുറിച്ചാണ് പറഞ്ഞത്. പിണറായി ഭരണം ഇനി കേരളത്തിൽ ഉണ്ടാകത്തില്ല എന്ന ഉദ്ദേശത്തില്ല. കാരണം ഇനി ഭരണം വരാൻ പോകുന്നത് കോൺഗ്രസും BJPയും തമ്മിലാണ്. ആ ഒരർത്ഥമാണ്. ഓക്കെ, അപ്പോൾ കോൺഗ്രസിന്റെ ബോണ്ട് കൊടുത്തുകൊണ്ട് ഇനി എല്ലാ എന്താ പറയുന്ന
അതിനെതിരെ കോൺഗ്രസിന്റെ ബോണ്ട് കൊടുത്തിട്ട് ഇനി എല്ലാ എണ്ണവും കൂടി എന്ത് ചെയ്യാണ് BJP കോൺഗ്രസിന്റെ പാർട്ടി ഓഫീസിന് മുമ്പിൽ പോയി ബഹളം വെക്കുകയാണ്. അപ്പൊ ഇനി എന്തായാലും എന്ത് സംഭവിക്കും? ഒന്നില് എന്തുവാ നമ്മുടെ ഗവർണർക്ക് പരാതി കൊടുത്തിട്ടുണ്ട്, രാഷ്ട്രപതിക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ രാഷ്ട്രപതിക്ക് പരാതി കൊടുത്തിരിക്കുന്നത് കൊണ്ട് ഇവരുടെ മേൽ അന്വേഷണം കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ 90 MP-മാരുടെയും, കാരണം വ്യക്തമായ തെളിവുകളുണ്ട് കയ്യില്, അതുകൊണ്ട് തന്നെ 90 MP-മാരുടെയും സ്ഥാനം പോയി കഴിഞ്ഞാൽ കാര്യം കട്ടപ്പോകുകയാണ്. മനോജ് ഒരു ഉമ്മ തരാമോ? ഉമ്മയെ തരാനായിട്ട് നിനക്കെന്ത് ഉമ്മയില്ലേ? മനോജ് ഉമ്മയെ തരണമെങ്കിൽ ഏതെങ്കിലും ഒരു മുറിയണ്ടിയോട് ചോദിക്കുന്നതായിരിക്കും നല്ലത്. മുറിയണ്ടി അടുത്തായിരിക്കും ഉമ്മ ഇരിക്കുന്നത്. ഉമ്മയും ബാപ്പയൊക്കെ അവിടെയാ. മനോജേ ഉമ്മ തരാനാണെങ്കിൽ മുറിയണ്ടിയോട് ചോദിക്കുന്നതായിരിക്കും നല്ലത്. ഉമ്മ മുറിയണ്ടിയുടെ ഇരിക്കുന്നത്. ഒരു ഉമ്മ തരുമോ എന്ന്? അയ്യോ മാറ്റ, അവന്റെ പേരെന്താ പറഞ്ഞു? മഹമ്മൂദ് VP. ഒരു ഉമ്മ കൊടുക്കൂടാ മഹമ്മൂദ് VP. മഹമ്മൂദ് VPയുടെ ഉമ്മയെ കൊടുത്താലും മതി. അവന് ഭയങ്കര മോഹം മനോജിനെ. മഹമ്മൂദ് VPയുടെ ഒരു ഉമ്മ കൊടുത്താലും മതി. ആരെങ്കിലും ആ മനോജിന് ഒരു ഉമ്മയെ കൊടുക്കൂ. മുറിയേണ്ടവരോട് ചോദിക്കുന്നതായിരിക്കും കുറച്ചുകൂടി. അവരുടെ അടുത്താവുമ്പോ ഉമ്മയോ ബാപ്പയോ എന്ത് വേണമെങ്കിലും ചോദിച്ചോ, തന്നോളൂ. ഒരു ഉമ്മയെ കൊടുക്കൂ. നീ എന്തായാലും ഉമ്മയിലോട്ട് അവസാനിപ്പിച്ചത് എന്തായാലും നന്നായി. നീ ബാപ്പയെ വല്ലതും ചോദിക്കാനോ ഉദ്ദേശിച്ചിരുന്നെങ്കിൽ നിന്റെ കാര്യം കട്ടപ്പുകയായേനെ. ഉമ്മയിൽ കൊണ്ട് അവസാനിപ്പിച്ചത് എന്തായാലും നന്നായി. മുലകുടി സഹോദരനായിരിക്കാൻ ഭയങ്കര കൊതിയാണോ? നീ ഒരു ഉമ്മയെ ചോദിക്കുന്നതിൽ ഒരു കുഴപ്പവുമില്ല. അത് വല്ല മുറിയണ്ടി അടുത്തും പോയി ചോദിച്ചു കഴിഞ്ഞാൽ മുറിയണ്ടിമാരുടെ വീടുകളിൽ എല്ലായിടത്തും ഉമ്മമാരേ ഉള്ളൂ. പിന്നെ ബാപ്പമാരെ വേണമെങ്കിൽ നിനക്ക് ആവശ്യപ്പെടാം, അതിനകത്തൊരു കുഴപ്പമില്ല. പക്ഷെ ഉമ്മമാർ വേഗത്തിൽ കിട്ടും മുറിയണ്ടിയുടെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ. കാരണം 10 പ്രാവശ്യം അവർ മുല എടുത്ത് തന്നു കഴിഞ്ഞാൽ നിനക്കൊരു ഉമ്മയായി, മുലകുടി സഹോദരനായി മാറാൻ പറ്റും. നിനക്ക് സഹോദരനാകാൻ പറ്റും, പിന്നെ ഉമ്മയെ കിട്ടും, പിന്നെ ഈ ഊളകളോട് എന്താ പറയണ്ടേ? അവൻ ഉമ്മയിൽ അവസാനിപ്പിച്ചത് എന്തായാലും നന്നായി. കൂടുതൽ നേരം നിന്ന് കഴിഞ്ഞാലുണ്ടല്ലോ പിന്നെ പലതരത്തിലുള്ള ഭാഷകളിലായിരിക്കും ഉമ്മകൾ കിട്ടുന്നത്. അതുകൊണ്ട് ഉമ്മമാരെ തിരക്കി എന്റെ പേജിൽ വന്നിട്ട് കാര്യമില്ല പൊന്നുമോനെ. അത് മുറിയന്റികളുടെ പേജിൽ പോയിട്ടാണ് ഉമ്മമാരെ ചോദിക്കേണ്ടത്. യാഹിയ സിൻവാറിന്റെ വീട് വളഞ്ഞു. ഇസ്രായേൽ സൈന്യം 20ഓളം ബന്ദികൾ അവിടെ ഉണ്ടാകുമെന്ന് കരുതപ്പെടുന്നു. നല്ല കാര്യം. 15 കഴിഞ്ഞ പ്രാവശ്യം സ്കൂളിനകത്തിട്ട് കൊന്നു കളഞ്ഞു ഇസ്രായേല്. ഇതുപോലെ അവിടെ ഉള്ളതിനെയും കൂടി തീർത്തു കഴിഞ്ഞാൽ സമാധാനമാകും. എന്തായാലും ഇസ്രായേൽ രണ്ടും കൽപ്പിച്ചിറങ്ങിയിട്ടുണ്ട്. 7 മാസം കൂടി യുദ്ധം മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് ഇസ്രായേൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരു 7 മാസം കൂടി യുദ്ധത്തെ ഓക്കെ. ഞാൻ വേറൊരു കാര്യം തപ്പിപ്പോയതാണ്. ഞാനൊരു കാര്യം നിങ്ങളെ കാണിച്ചു തരാം.
നീറ്റ് പരീക്ഷയിൽ 2024 നീറ്റ് പരീക്ഷയിൽ ജയിച്ചു കയറിയവരെ കാണണ്ടേ നിങ്ങൾക്ക്? ഇതാണ് നമ്മുടെ, ഇത് മദ്രസയിൽ സീറ്റ് കിട്ടിയവരല്ല കേട്ടോ. കുറഞ്ഞ മാർക്കുമായി വന്നു, കുതിച്ചുയർന്നു. നീറ്റ് പരീക്ഷ 2024. കണ്ടോ? മദ്രസയില് നീറ്റ് പരീക്ഷയിൽ കയറിയ ആൾക്കാരെ കണ്ടല്ലോ നിങ്ങൾ. മദ്രസയിലെ പഠനമല്ല ഇത്. ഇതാണ് നമ്മുടെ മതേതര കേരളത്തിന്റെ സ്വഭാവം എന്ന് പറയുന്നത് തന്നെ. ഇനി അടുത്തത് കാണിച്ചു തരാം. ഒരു മിനിറ്റ്. നെറ്റ് കട്ടായി പോകുന്നല്ലോ.